Hi, so welcome back to my What's in my New Year skincare routine vlog. ഇത് ഭയങ്കര വലിയൊരു പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ വ്ളോഗിന്. അതിലങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇയറിൽ നിന്ന് ഈ വർഷത്തേക്ക് എൻ്റെ സ്കിൻ കെയറിൽ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഞാൻ ആഡ് ഓൺ ചെയ്തത്, ഏതൊക്കെയാണ് മാറ്റിയത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ്. ഞാൻ പറയുന്നത് കേൾക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ലൈറ്റൊക്കെ ഉള്ളൊരു സ്ഥലം ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അപ്പോഴത്തേക്ക് മഴ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് എ നോൺ സ്പോൺസേർഡ് വ്ളോഗ്. ഇതിൽ ഒരു രീതിയിൽ ഒരു ബ്രാൻഡിനെയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ദിസ് ഈസ് എൻ്റെ സ്കിൻ ഇസ് സെൻസിറ്റീവ് ആൻഡ് ഇറ്റ്സ് വെരി അലർജറ്റിക്. അപ്പം അത് ലൈക്ക് എൻ്റെ ഒരു സ്കിന്നിന് ബേസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് ഓക്കെ അല്ലാത്ത ഏതാണ്, ഓക്കെ ഏതാണെന്നൊക്കെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. ഇതിൽ ചില പ്രോഡക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, ചില നിങ്ങൾക്ക് അലർജിക് ആയിരിക്കാം, ചിലത് ചില ആളുകൾക്ക് വർക്ക് ആവുമായിരിക്കും. സോ ഇറ്റ്സ് യോർ സേ. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് വർക്കായ കാര്യങ്ങൾ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇഫ് ഇറ്റ്സ് ഹെൽപ്പ് എനി വൺ, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതൊരു ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഇസ് വെരി മസ്റ്റ് നീഡഡ്. നമ്മളെല്ലാവരും, ഞാൻ ഒരുപാട് എൻ്റെ വ്ളോഗുകളിൽ എൻ്റെ സ്കിൻ കെയറും മേക്കപ്പ് എന്തായിക്കോട്ടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊക്കെ ഇത് കണ്ട് മേടിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില പ്രോഡക്റ്റുകൾ നമുക്ക് മേടിക്കണം എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ മേടിക്കാറുണ്ട്. അതിൽ എല്ലാം നമുക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല. ആൻഡ് അത് ഇറ്റ്സ് കുറച്ച് മണി വേസ്റ്റിംഗ് പരിപാടിയാണ്, കാരണം ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആണ് ഒരുപാട് പ്രോഡക്റ്റുകൾ. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു മാനസിക ബുദ്ധിമുട്ടൊരു ഇങ്ങനെ നെഞ്ചത്തൊരു ഭാരം ഇരിക്കുന്ന ഫീലിംഗ് വരാറുണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഡോക്ടറെ പോയി കാണുക. നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്കിൻ എന്തൊക്കെ ടൈപ്പ്, ഇപ്പം ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവണമെന്നില്ല. നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ അലർജിക് ആയിരിക്കും. അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് 100% വർക്ക് ആവുന്നൊരു സംഭവമായിരിക്കും. അപ്പം അതിൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക വാട്ട് ഈസ് ഫോർ അസ്, വാട്ട് ഈസ് നോട്ട് ഫോർ അസ് എന്നുള്ളത്. സോ അതിന് നല്ലൊരു സ്കിൻ ഡോക്ടർ ഇസ് മസ്റ്റ്. ആൻഡ് ഞാൻ എൻ്റെ സ്കിൻ കാണിക്കുന്ന നാട്ടിലാണ്. ഇവൻ ഐ സെറ്റിൽ ഇൻ കൊച്ചി സ്റ്റിൽ. ഞാൻ കൊല്ലത്ത് പോകുമ്പോഴായിരിക്കാം എൻ്റെ ഡോക്ടറെ പോയി കാണുന്നത്. ആൻഡ് ഇറ്റ്സ് ബിജി പ്രസാദ്. കൊല്ലത്തുള്ളവർക്ക് അറിയായിരിക്കാം. ഇറ്റ്സ് എ വെരി നൈസ് സ്കിൻ ഡോക്ടർ. എനിക്ക് എൻ്റെ ഒരു 15 ഇയേഴ്സിലൊക്കെ ഭയങ്കര മുഖക്കുരുവായിരുന്നു. അതായത് ഇങ്ങനെ തൊടാൻ പറ്റില്ല, അത്ര മുഖക്കുരുകളുണ്ടായിരുന്നു. അതൊരു 2 ഇയേഴ്സോളം ടൈം എടുത്തത് എനിക്ക് ഹീലാവാൻ. ബട്ട് ഞാൻ അവിടെ പോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മെഡിസിൻസും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇതനുസരിച്ച് എൻ്റെ ബാക്കി മേക്കപ്പ് കാര്യങ്ങളും സ്കിൻ കെയറിലൊക്കെ ഞാൻ ചേഞ്ചസ് വരുത്തിയപ്പോഴാണ് എനിക്ക് റിസൾട്ട് വരാൻ തുടങ്ങിയത്. സോ ഇഫ് എനിബഡി ഇൻ കൊല്ലം, ഐ പ്രിഫർ ബിജി പ്രസാദ്. നമ്മുടെ കൊല്ലം ആഷ് ക്ലിനിക്കാണ് കടപ്പാക്കട, അവിടെയാണ് അവരുടെ ക്ലിനിക്ക് ഉള്ളത്. സോ യു ഗൈസ് ക്യാൻ ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ നല്ലൊരു സ്കിൻ ഡോക്ടറെ കണ്ടെത്തുക. ഗോ ദെയർ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുക, നിങ്ങളുടെ ഹിസ്റ്ററി പറയുക, സ്കിൻ ഹിസ്റ്ററി എന്താണെന്നുള്ളത് ഇതിന് മുന്നേ ഉള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മളിലുള്ള പ്രശ്നങ്ങൾ ഏതാണ്, പ്രശ്നമില്ലായ്മ ഏതാണ് ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അത് ചെയ്യുക. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ഐ ഡു. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഞാൻ എൻ്റെ ഫേസ് മാസ്കുകൾ ട്രൈ ചെയ്യുന്ന റെപ്പറ്റീഷൻസ് കൂടി. കാരണം ഞാൻ പണ്ടൊക്കെ മാസത്തിലൊരിക്കൽ നിന്ന് ഫേസ് മാസ്ക് ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് നൗ ഐ തിങ്ക് വീക്ക്ലി വൺസ്, ഏറ്റവും കുറഞ്ഞ വീക്ക്ലി വൺസ് എങ്കിലും ട്രൈ ചെയ്യുക. വീക്ക്ലി ട്വൈസ് എന്നാണ് എപ്പോഴും പറയുന്നത്. ബട്ട് വീക്ക്ലി വൺസ് ഇസ് നൈസ്. നമ്മൾ എപ്പോഴും ഒരു കറക്റ്റ് റൂട്ടീൻ വെക്കുക. ഇഫ് ഇറ്റ്സ് സൺഡേ ദെൻ അടുത്ത സൺഡേ വെക്കുക. ഇഫ് ഇറ്റ്സ് ലൈക്ക് സാറ്റർഡേ അല്ലെങ്കിൽ വെനസ്ഡേ, അടുത്ത വെനസ്ഡേയിൽ അത് ചെയ്യാന്നുള്ളത്. എനിക്ക് തോന്നുന്നു 5-10 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ. ആൻഡ് ഐ യൂസ് ഷീറ്റ് മാസ്ക് ആൻഡ് നോർമൽ ഫേസ് പാക്ക് മാസ്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ ഷീറ്റ് മാസ്ക് ഞാൻ ഉപയോഗിക്കുന്നത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഐ യൂസ്ഡ് നമ്മുടെ ടോണി മോണിയുടെ ഫേസ് മാസ്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് നൈക്കയുടെ ഫേസ് മാസ്കുകൾ. ഇറ്റ്സ് ടു എനിക്ക് ഭയങ്കര ഓക്കെയാണ്. ബട്ട് ഈ വർഷം ഐ സ്റ്റാർട്ടഡ് യൂസിങ് ദിസ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ്. ആൻഡ് ഞാൻ ഒരു തവണ ഇതൊരു ഉപയോഗിച്ചിട്ടുള്ളൂ, ലൈക്ക് ഈ ആഴ്ച തുടങ്ങിയിട്ട്. ആൻഡ് ഐ റിയലി ഗോട്ട് എ വെരി നൈസ് റിസൾട്ട്. അപ്പം ഇനി അങ്ങോട്ടും ഇത് ഉപയോഗിച്ച് അടിപൊളിയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ I am adding this face mask to my this year skincare. And പിക്സിയുടെ ഗ്ലോ മഡ് മാസ്ക് ആണ് ഇത്. കുറച്ച് പാതിയായിട്ടുണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. പിക്സിൻ്റെ മേക്കപ്പ് റിമൂവറാണ് ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് പിക്സിൻ്റെ പ്രോഡക്റ്റുകൾ ഇറ്റ്സ് ഗുഡ്, നൈസ് ആണ്. അപ്പം അവരുടെ ഒരു ഫേസ് മാസ്ക് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഇതായിരുന്നു ഫസ്റ്റ് ടൈം. ഗ്ലോ മഡ് മാസ്ക് ഇറ്റ്സ് വെരി നൈസ്. സോ ഞാൻ എപ്പോഴും ചെറിയ സൈസാണ്, എനിക്ക് ഇതിൻ്റെ ഒരു ബിഗർ സൈസും കൂടെ ഉണ്ട്. അപ്പം ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ മേടിച്ചതൊരു 2023 ഒരു എൻഡ് ആവുന്ന ഒരു ടൈമൊക്കെ അടുപ്പിച്ചാണ്. അപ്പം അങ്ങനെ ഞാൻ ഇത് എങ്ങനെ വർക്ക് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. സോ ഇറ്റ്സ് യെസ് ഫോർ മീ. അപ്പം ദിസ് വിൽ ബി ആഡിങ് ടു മൈ ദിസ് ഇയർ സ്കിൻ കെയർ. അപ്പം ഫേസ് മാസ്ക് മസ്റ്റായിട്ട് വെക്കുക.
നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ ഏത് ടൈപ്പ് ഓഫ് ഫേസ് മാസ്ക് ആണെന്ന് കണ്ടെത്തി ഓൾവേസ് യൂസ് എ ഫേസ് മാസ്ക് വൺസ് ട്വൈസ് ഞാൻ പറയും, ബട്ട് വൺസ് ഇസ് ഫൈൻ. എനിക്ക് അണ്ടർ ഐ നല്ല രീതിയിൽ കണ്ണിൻ്റെ ഇടയിൽ കറുപ്പുള്ള ഒരാളാണ് ഞാൻ. അപ്പം എപ്പോഴും അണ്ടർ ഐ കൺസേൺസ് ഉണ്ടാവാറുണ്ട്. ഐ യൂസ് എ മെഡിക്കേറ്റഡ് സീറം. അത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത മറ്റൊരു കാര്യം നമ്മുടെ അണ്ടർ ഐ പാച്ചസ് ആണ്. ഇറ്റ്സ് ഓൾസോ ഫ്രം പിക്സി ബ്യൂട്ടിഫൈ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഞാൻ എൻ്റെ പേരൊക്കെ പഠിക്കുന്നുള്ളൂ, കാരണം ഞാനിപ്പം റീസെൻ്റ്ലി തുടങ്ങിയതല്ലോ ഇതൊക്കെ ഉപയോഗിക്കാം. ബട്ട് ദിസ് ഈസ് എനിക്കൊരു 2 times ഞാൻ ട്രൈ ചെയ്തു. ബട്ട് ഇവർ പറയുന്നത് ഡെയിലി ഇത് ഉപയോഗിക്കണം എന്നാണ്. എവറി ഡേ നമ്മൾ ഒരു ഡേ പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗീവ്സ് റിയലി നൈസ് അണ്ടർ ഐസ്. നമ്മുടെ കണ്ണിൻ്റെ ഇടയിലെ കറുപ്പൊക്കെ മാറ്റി നല്ല ബ്രൈറ്റൻ ചെയ്യിക്കുന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരു ദിവസമെങ്കിലും വിട്ടുപോകും. അപ്പം ഞാനും അങ്ങനെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ. ബട്ട് ഇറ്റ്സ് ലൈക്ക് 60 പീസ് ഉണ്ട്, 30 പേരാണ്. ലൈക്ക് ഒരാൾക്ക് 1 മാസം യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ആൻഡ് ദിസ് ഈസ് സംതിങ് ഐ ആഡഡ് ടു മൈ സ്കിൻ കെയർ. ഈ കമ്മിങ് ടു ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നോർമൽ സ്കിൻ കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം മേക്കപ്പിന് തൊട്ട് മുന്നേ ആയിക്കോട്ടെ, എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല പ്രിപ്പയർ ചെയ്ത് വെക്കുക, നല്ല അടിപൊളിയാക്കി വെക്കുക, ഹൈഡ്രേറ്റഡ് ആയി വെക്കുക എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരും ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. എനിക്കൊന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ അങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതിൽ നിന്ന് എനിക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് മോയ്സ്ചറൈസർ കളക്ഷൻ. ഞാൻ പല മോയ്സ്ചറൈസേഴ്സ് പല സമയത്ത് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക, ഓരോ ഒക്കേഷൻ അനുസരിച്ച് മാറ്റി ഉപയോഗിക്കുക, ഇങ്ങനത്തെ ഒരാളാണ്. അപ്പം ഐ ഹാവ് 4, ആക്ച്വലി ഇപ്പോൾ കറൻ്റ്ലി 4 മോയ്സ്ചറൈസേഴ്സ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇതാണ്, ടോണി മോളിയുടെ സൂത്തനിങ് ജെൽ ക്രീമാണ്. ഇത് നോർമലി ഇപ്പം ഒരു സ്ക്രബ് ചെയ്യുന്ന ഡേ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് ഹെവി മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമുള്ളൊരു ഡേ ആവുക, ഫുൾ ക്ലീൻ വൈപ്പ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ നമുക്ക് വല്ല ഫേസ് മാസ്കോ അങ്ങനത്തെ എന്തെങ്കിലും പാക്സ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ഐ യൂസ് ദിസ് ടോണി മോളി സൂത്തനിങ് ജെൽ ക്രീം. പക്ഷേ ഇത് മാത്രം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ ചില സമയത്ത് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇതെൻ്റെ 2023 ഉണ്ടായിരുന്നൊരു സംഭവമാണ്. ആൻഡ് ഐ ആം ആഡിങ് ദിസ് ടു മൈ 2024 സ്കിൻ കെയർ. ആൻഡ് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സംഭവമാണ് ഇത് ഉപയോഗിക്കാൻ. എസ്തേ ലൂദറിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണിത്. ഇത് ഞാനൊരു ടെസ്റ്റർ സൈസ് ചെറുത് മേടിച്ചതാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി. സോ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഡിസംബർ ആയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. എനിക്കിത് എന്താണ് എങ്ങനെയാണ്, കാരണം ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന മോയ്സ്ചറൈസറിൽ ഒന്ന് ക്ലിനിക്കായിരുന്നു. സോ ക്ലിനിക്കിന് മാറ്റി അതിന് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. ബട്ട് ഇറ്റ് ഈസ് റിയലി നൈസ്. പക്ഷേ ഒരു പ്രശ്നം കുറച്ച് എക്സ്പെൻസീവ് ആണ്, അത് എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇതിനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടായോ എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് സോ നൈസ്. കാരണം കുറച്ച് ഏജ്ഡ് ആവുന്ന ലൈക്ക് ഒരു mid-30s ആ ഒരു ഇതുള്ളവർക്കാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ എനിക്കൊക്കെ ഇപ്പോഴേ ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ, കണ്ണിന് മുകളിലൊക്കെ, ഇവിടെ മറ്റേ സ്മൈൽ ലൈനൊക്കെ ഉണ്ട്. അപ്പം അത് കുറേയൊക്കെ കവറപ്പ് ചെയ്യുക, ആ ലൈൻസിൻ്റെ അക്യൂറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവർ മെയിൻലി ചെയ്യുന്നൊരു സംഭവം. യൂത്ത് പവർ ക്രീം. അപ്പോൾ ഐ വോണ്ട് ടു കീപ് ദിസ് ഇൻ മൈ സ്കിൻ റൂട്ടീൻ, ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് കീപ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ തൽക്കാലം നമ്മളിതൊരു മറ്റേ കയ്യാല പുറത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഒന്നും അറിയാതിരിക്കുകയാണ്. ദിസ് ഇസ് ഫ്രം ആയുഗാൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഉപയോഗിക്കാൻ. ആൻഡ് ഐ എം ഷുവർ ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ മൈ 2024 സ്കിൻ കെയർ റൂട്ടീൻ കിറ്റ്. അടിപൊളിയാണ്. ആൻഡ് എനിക്ക് ചില മോയ്സ്ചറൈസേഴ്സ് ക്രീംസ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് സ്റ്റിക്കി ഫീലിംഗ് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ അല്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. ആൻഡ് നമ്മുടെ സ്കിന്നിനെ കുറച്ചധികം ഹൈഡ്രേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതെനിക്ക് ആക്ച്വലി കൊളാബിലൂടെ കിട്ടിയതാണ്, ഞാനങ്ങനെ പർച്ചേസ് ചെയ്തതല്ല. അപ്പോൾ ഒരു കൊളാബിൻ്റെ ബേസിസിൽ കിട്ടിയൊരു സംഭവമാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഐ എം കീപ്പിംഗ് ദിസ് വിത്ത് മീ. ഒരുപാട് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീനാണ് ലാഷീൽഡ്. എൻ്റെ എത്രയോ നാളെ മുന്നുള്ള വ്ളോഗുകളിലോ വീഡിയോസിലോ നിങ്ങൾ നോക്കിയാൽ കാണും, ഞാൻ അതിലെല്ലാം ലാഷീൽഡാണ്. എനിക്കൊരു സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട, എനിക്കത് മാറ്റി ട്രൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേ നാളെടുക്കും ഞാനത് നെക്സ്റ്റ് ഓപ്ഷൻ പോകണമെന്ന് ചിന്തിക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് SPF 40 ഉള്ളൂ, ബട്ട് ഇറ്റ്സ് വെരി നൈസ്. എനിക്ക് ഐ പേഴ്സണലി റെക്കമെൻഡ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, ഇത്ത, ഫാഹിമിൻ്റെ ഉമ്മ, സാലു, പിന്നെ ബേബി, പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് എൻ്റെ ഈ സൺസ്ക്രീൻ. കാരണം എനിക്ക് ചില സൺസ്ക്രീൻ നമുക്ക് ഈ വൈറ്റ് കാസ്റ്റ് ഫീലിംഗ് വരിക, സ്വെറ്റ് ആകുമ്പോൾ ഇങ്ങനെ പാച്ചസ് വരും. അപ്പം ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സോ ദിസ് ഈസ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു
പ്രോഡക്റ്റ് ആണ് ഇത്. നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് 3-4 years ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇറ്റ്സ് മേക്കപ്പ് ബേസ് ആണ്. ബോബി ബ്രൗണിൻ്റെ ഇതൊരു ലൈക്ക് നമുക്ക് മോയ്സ്ചറൈസർ കം മേക്കപ്പ് ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ കുറേ മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്തതുകൊണ്ട് തൽക്കാലം മേക്കപ്പ് ബേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇറ്റ്സ് ലൈക്ക് എ പ്രൈമർ നമുക്ക് ഉപയോഗിക്കാം. അപ്പം എത്രയോ വർഷം ഞാൻ അതിന് ശേഷം ഇടയ്ക്ക് കുറേ പ്രൈമേഴ്സ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മാഷ് ബോക്സിൻ്റെ ട്രൈ ചെയ്തു, ഇബ കോസ്മെറ്റിക്സിൻ്റെ ട്രൈ ചെയ്തു, ആൻഡ് ഇറ്റ് ഓൾ വർക്ക്സ് വെൽ. പക്ഷേ ഇതുപോലൊരു സാധനം എനിക്ക് ഒരു ബ്രാൻഡിൽ നിന്നും ഇങ്ങനെ നല്ലൊരു പ്രൈമർ കിട്ടിയിട്ടില്ല. സോ ഐ സ്റ്റിൽ കണ്ടിന്യൂ യൂസിങ് ഇറ്റ്. അപ്പോൾ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എൻ്റെ ഇനി അങ്ങോട്ടുള്ള എത്ര വർഷങ്ങളുള്ള സ്കിൻ കെയറിലും ഈ പ്രോഡക്റ്റ് ബ്രാൻഡ് നിർത്തുന്നിടം വരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ദിസ് എ ബിഗ് യെസ്. ആൻഡ് എന്താ പറയുക, ഞാൻ ഭയങ്കര വിശ്വാസപൂർവ്വം ആർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യും. കാരണം എനിക്ക് അത്ര ധൈര്യമുണ്ട്, കാരണം ഈ പ്രോഡക്റ്റ് കൊണ്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. അപ്പം അത്രയും നല്ലൊരു സംഭവമാണ് ബോബി ബ്രൗണിൻ്റെ ഈ ഫേസ് ബേസ്. അപ്പം ഇത് ട്രൈ ചെയ്യാം. ഇത് കൂടുതലും സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ അങ്ങനത്തെ സ്കിൻസിനായിരിക്കും ബെറ്റർ. കാരണം കുറച്ചൊരു ഓയിലി ബേസ് പോലെ ഒരു ഫീലിംഗ് നമുക്ക് ആദ്യം തോന്നും. ബട്ട് റിയലി നൈസ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് മണക്കാൻ. എനിക്ക് ഈ മണമുള്ള ഇങ്ങനെ സ്മെല്ല് ചെയ്യുന്ന കുറേ പ്രോഡക്റ്റുകൾ ഭയങ്കര ഇഷ്ടം. ലൈക്ക് നമുക്കൊരു നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റിയലി സ്മെൽസ് നൈസ്. അപ്പം ദിസ് ഈസ് മസ്റ്റ് വൺ ഗോയിങ് ടു മൈ ദിസ് സ്കിൻ കെയർ റൂട്ടീൻ. ഞാൻ നേരത്തെ ഒരു സൺസ്ക്രീൻ കാണിച്ചു തന്നായിരുന്നു. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൺ പ്രോജക്റ്റ് താങ്ക് യു ഫാർമർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. താങ്ക് യു ഫാർമറിൻ്റെ സൺ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു SPF 50+ ഉള്ള സൺസ്ക്രീൻ ആണ്. ഇത് നമുക്ക് സൺ സ്റ്റിക്കാണ്. ലൈക്ക് ഇപ്പം മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ പുറമേ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സൺസ്റ്റിക്ക്. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. കാരണം നമ്മൾ ഈ ഷൂട്ട്സിനൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഔട്ട്ഡോറൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന നേരത്തെ കാണിച്ചു തന്ന സൺസ്ക്രീനാണ് ഇത്. ഔട്ട്ഡോർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത്രയും ലോങ് പുറത്ത് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൺസ്റ്റിക്കാണ്. ഇതും ലാസ്റ്റ് ഇയർ ആണ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. ആൻഡ് അടുത്ത വർഷത്തേക്കും ഐ ആം കീപ്പിംഗ് ദിസ് വിത്ത് മീ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ അഴിച്ചു വെക്കാന്നൊരു ചടങ്ങാണ്. അത് കുറച്ച് ടാസ്ക് ആണ്. കാരണം നമ്മൾ ഒരുപാട് മറ്റേ ലാഷും ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സീനാണ്. അപ്പം ഐ യൂസ് വെറ്റ് ടിഷ്യൂസ്. അതിൻ്റെയോടൊപ്പം ഞാൻ ഉപയോഗിക്കുന്ന വൈറ്റമിൻ C ജ്യൂസ് ക്ലെൻസറാണ്. ഇതും പിക്സിയുടെ പ്രോഡക്റ്റാണ്. ഇറ്റ്സ് ലൈക്ക് അറൗണ്ട് 2 years പ്ലസ് ആവും തോന്നുന്നു ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ബിക്കോസ് ഭയങ്കര നല്ല റിസൾട്ട്. എനിക്ക് ഞാൻ ഇടയ്ക്ക് വെച്ച ക്ലിനിക്കിൻ്റെ മേക്കപ്പ് റിമൂവിങ് ബാം ഉണ്ട്. ഐ തിങ്ക് യു ഗൈസ് നോ ദാറ്റ്. അപ്പം ഭയങ്കര നല്ല റിസൾട്ടാണ്. അതിന് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ വരാൻ തുടങ്ങി. ഞാൻ മുഖത്ത് എനിക്ക് ചില പ്രോഡക്റ്റുകൾ കണ്ണിലിങ്ങനെ ഹീറ്റ് എഫക്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യും. ഇങ്ങനെ കണ്ണിങ്ങനെ ചൂടാവുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇപ്പം പനിയൊക്കെ ഉള്ളപ്പോൾ ഒരു സാധനം. അപ്പം എനിക്ക് മിക്ക പ്രോഡക്റ്റുകളും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം എനിക്ക് മേക്കപ്പ് റിമൂവിങ് ബാം ഉപയോഗിച്ചപ്പോഴും സെയിം എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് നല്ല റിസൾട്ടാണ്. നന്നായിട്ട് നമ്മുടെ മേക്കപ്പ് എല്ലാം ലൈക്ക് ഫേസിൽ ഒരു ഇത്തിരി പോലും ഇല്ലാതെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ ഞാനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടിന്യൂ ചെയ്താണ്. ഇതാകുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. ജസ്റ്റ് നമ്മൾ കോട്ടൺ പാഡ് അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂവിൽ ടാബ് ചെയ്യുക, ഫേസ് നന്നായിട്ട് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് എ മേക്കപ്പ് റിമൂവർ. ദിസ് ഈസ് ഗോയിങ് ടു ബി വിത്ത് മീ നെക്സ്റ്റ് ഇയർ. ദിസ് ഇയർ എത്ര വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് നിർത്തണം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ പോകുന്നൊരു സംഭവമാണ്. ഫേസിൽ എന്തൊക്കെയാണ് ട്രൈ ചെയ്യുന്ന മേക്കപ്പിന് മുന്നേ മേക്കപ്പ് ഇല്ലാത്തപ്പോഴൊക്കെ എന്നുള്ളത് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടി. ഇനി നൈറ്റ് എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാണിക്കാൻ. ഐ യൂസ് 2 serums. അത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഞാൻ 2 serum യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ഫ്രം ടോണിമോളിയുടെ ഒരു നൈസിനമൈഡ് സീറം ഉണ്ട്. ഒരെണ്ണം ഡെർമാക്കോയുടെ വൈറ്റമിൻ C and 10% വൈറ്റമിൻ C ഫേസ് സിറം. ഈ 2 സീറംസാണ് എനിക്കിഷ്ടം. ഇത് ഞാൻ ഡെർമാക്കോയോട് കൊളാബറേറ്റ് ചെയ്യും. കാരണം നിങ്ങൾ എൻ്റെ ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പം അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ കിട്ടിയൊരു സെറമാണ്. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ വലിയ സംഭവം എന്ന് വിചാരിച്ചില്ല. ഞാൻ ഇടയ്ക്കത് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം ഐ റിയലി ഗോട്ട് നൈസ് റിസൾട്ട്. കാരണം ഞാൻ ഒരുപാട് വൈറ്റമിൻ C സീറംസ് ട്രൈ ചെയ്തു. ചില ഈ വൈറ്റമിൻ സിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബേണിംഗ് ഫീലിംഗ്, ഒരു ചെറിയൊരു ഇച്ചിങ് സെൻസേഷൻ ഫീലിംഗ് തോന്നാറുണ്ട്. അപ്പം ഇതിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഹാഫ് ബോട്ടിൽ ആവാറായിട്ടുണ്ട്. സോ ഐ യൂസ് ദിസ് സീറം. ചില സമയത്ത് നൈറ്റ്, ചില സമയത്ത് പകൽ. ഇപ്പം പുറത്തൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ മാത്രമേ ഇരിക്കുമ്പോഴത്തേക്ക് സീറം ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഈ ടോണിമോളിയുടെ സിറം നൈറ്റ് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇത് നൈസിനമൈഡ് സിറമാണ്. ആൻഡ്
ഇതെനിക്ക് നല്ല റിസൾട്ടാണ് തന്നിരിക്കുന്നത്. ആൻഡ് കാരണം എൻ്റെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുറേ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ സീറം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കുറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ആൻഡ് ഇതും എനിക്കൊരു ലാസ്റ്റ് ഇയർ എൻഡോട് കൂടി ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഐ എം ഷുവർ ദിസ് ഈസ് ഗോയിങ് ടു ബി വിത്ത് മീ ഇൻ 2024 ഓൾസോ. ആൻഡ് ഡാമക്കോടെ സിറം അവർ ഇടയ്ക്കിടയ്ക്ക് ഈ കൊളാബറേഷനൊക്കെ അയക്കുമ്പോൾ ഞാൻ മേടിക്കാൻ ലൈക്ക് അവർ തരുമല്ലോ. അപ്പോൾ അതുവരെ ഞാൻ ഇത് തന്നെ റൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് നമ്മൾ വീണ്ടും ഉപയോഗിക്കും. സോ ലിപ്സ് നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചുണ്ടത്ത് എന്താ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ലിപ്സ്റ്റിക്സ് ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് ലിപ് ബാംസിനെ പറ്റി പറയാറുണ്ട്. ആൻഡ് എല്ലാ ടൈപ്പ് ഏത് ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, മാറ്റ് ആയിക്കോട്ടെ, ഗ്ലോസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിപ് ബാംസ് ആയിക്കോട്ടെ, ആദ്യം ഐ യൂസ് ദിസ് വൺ. ഇത് ചാപ്റ്റെക്സിൻ്റെ ഒരു പാരബൻ ഫ്രീ SPF 15 ഉള്ളൊരു ലിപ് ബാം ആണ്. ഇതിനകത്ത് SPF ഒക്കെയാണ് ഞാനിപ്പോൾ വായിക്കുമ്പോഴുണ്ടായിരുന്നത്. ദിസ് ഈസ് ആക്ച്വലി ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തൊരു ലിപ് ബാം. എനിക്ക് ഭയങ്കര ഡ്രൈ ലിപ്സ് ആണ്. പിന്നെ എന്നെ വളരെയധികം ക്ലോസ് ആയിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയായിരിക്കും ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ നമ്മുടെ സ്കിൻ. അപ്പം ഞാൻ വീണ്ടും വീണ്ടും അതിങ്ങനെ ഇളക്കാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ശമനം കിട്ടുന്നത് കുറേയൊക്കെ ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇത് ഉപയോഗിക്കാൻ കുറച്ച് സിമ്പിളാണ്. കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്ക് പമ്പ് ചെയ്ത് കുറച്ച് വരും. അത് ജസ്റ്റ് ലിപ്പിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാൻ മേ ബി അതിൻ്റെ പുറത്ത് ഇപ്പം വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ ലിപ് ബാംസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലിപ് ലൈൻ ചെയ്ത ലിപ്സ്റ്റിക്സ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കോ മാറ്റ് ലിപ്സ്റ്റിക്കോ ലിക്വിഡോ എന്തായിക്കോട്ടെ. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ ഫസ്റ്റ് ഒരു മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞാനത് ലിപ്പിൽ അപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് സെറ്റ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് നേരെ ലിപ്സ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ ലിപ്സിൽ ഉപയോഗിക്കുന്ന സംഭവം. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി വിത്ത് മീ ഓൺ ദിസ് ഇയർ. ഇതൊക്കെയാണ് ഞാൻ ഈ വർഷം എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലെ ഭാഗമാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ദിസ് ഈസ് കൂടുതൽ ഹെൽപ്ഫുൾ ആവാം മേ ബി എന്നെ പോലെ സെൻസിറ്റീവ് അല്ലെങ്കിൽ കുറച്ചു അലർജിക് സ്കിന്നുള്ളവർക്കായിരിക്കാം. കാരണം എന്ത് തൊട്ടാലും അലർജിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്കിത് ഭയങ്കര വർക്കായെങ്കിൽ അതിനു ചില ആൾക്ക് ഇത് ഭയങ്കര നല്ല റിസൾട്ട് തരുമെന്ന്. ആൻഡ് ചില ആളുകൾക്ക് മേ ബി ഈ പ്രോഡക്റ്റുകളായിരിക്കില്ല, ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ട്രൈ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പം അത് ഞാൻ ഡീറ്റെയിൽഡി പഠിച്ചിട്ട് വരുന്നതായിരിക്കും. തൽക്കാലം ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ കുറേ വർഷമായല്ലോ. അപ്പം നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്തും ഏതാണ് എങ്ങനെയാണ് വർക്ക് ചെയ്തൊരു ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇത് കാണുന്ന ആർക്കെങ്കിലും ഇത് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ചെക്ക് ഇറ്റ്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിലെ ലിങ്കാണ് കൊടുക്കുന്നത്. ഓൾറെഡി ടോൾഡ് ഇത് ഒരു പ്രൊമോഷണൽ വ്ളോഗോ സ്പോൺസർഡ് വ്ളോഗോ അല്ല. എനിക്ക് വർക്കായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ആൻഡ് ഇത് ഉപയോഗിച്ച് റിസൾട്ട് വരുന്നവർ പ്ലീസ് കമൻറ്റ് യെസ് ആണോ നോ ആണോ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നോക്കും. സോ അത് ഇറ്റ്സ് ലൈക്ക് നമ്മൾക്ക് ഒരുപാട് പേർക്ക് അത് ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് ഉപയോഗിച്ചാൽ അപ്പോൾ ഇങ്ങനെ വരുമല്ലേ, അല്ലെങ്കിൽ എനിക്കും ഹെൽപ്ഫുള്ളായിരിക്കും. മേ ബി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പ്രശ്നം വേറെ ആൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നാളെ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ഇതും കൂടെ നോക്കിയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പം എനിവേ ടാറ്റാ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.